ഈ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വിചാരിക്കും. കടലിൽ പോയ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകളാണിത്. പുള്ളിക്കാരൻ കടലിൽ മത്സ്യബന്ധനത്തിന് പോയി. പുള്ളിക്കാരൻ്റെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. കുറേ നാളായി കാണാനില്ല. ഇവർ പോയി പരാതി കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. റെസ്ക്യൂ ടീം പോയത് തന്നെ 5-6 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ പുള്ളിക്കാരിയുടെ അച്ഛനെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് വിവരമില്ല, എന്തുകൊണ്ട് ഒരു അപ്ഡേഷൻ വരുന്നില്ല എന്ന് ഈ ഗവൺമെൻറ് അടുത്ത് ഈ പെൺകുട്ടി തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീലും കാര്യങ്ങളും ന്യൂസും എല്ലാം ഇപ്പോൾ ടി വിയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും വൈറലാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലുള്ള മലയാളികളുടെ കൊണവധികാരം നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. 10 കൊല്ലം ചേച്ചി ഉറക്കമായിരുന്നോ, അതിന് 1133 ലൈക്ക്. എടാ, ആ പെണ്ണിൻ്റെ തന്ത ആവാനുള്ള പ്രായം ഉണ്ടല്ലോടാ മൈര, നിനക്ക് ഇതുവരെ തലയ്ക്ക് വിവരം വെച്ചില്ലേ? 10 കൊല്ലം മുമ്പല്ലടാ ആ പെൺകൊച്ചിൻ്റെ അച്ഛൻ കടലിൽ പോയിട്ട് കാണാതായത്, ഈ ഇടയ്ക്കാണ്. എങ്ങനെ നിനക്ക് വന്ന് കമൻറ്റ് ഇടാൻ തോന്നാം? മുതുക്ക് കൂതി മോനെ. ഇവർക്ക് ഇപ്പോഴാണ് ബോധം വന്നത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഉറക്കത്തിലായിരുന്നെന്ന്. പെണ്ണായോണ്ട് വിളിക്കുന്നില്ല. ഈ മുതുക്ക് കൂത്താട്ടം എന്തിനാണ് കഴിഞ്ഞ 10 വർഷം കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണോ? ഇത് കണ്ടു നോക്ക്. ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാ. നീയല്ലേ അവിടെ മുറി തുടച്ചത്? അതെ. അന്നേരം ബുദ്ധിമോശം തോന്നി എടുത്തതാണെങ്കിലേ ആ മാലയം കൊടുത്തേക്ക്. ഞാൻ എടുത്തില്ലമ്മേ. പിന്നെ ആരെടുക്കാനേടി? നിന്റെ അഭിനയം പൂങ്കണ്ണരും ഒന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദക്കാ മാലയം കൊടുത്തേക്ക്. ഇത്രയും വിവരം ഉണ്ടായിട്ട് അച്ഛൻ എന്തിന് കടലിൽ പറഞ്ഞു വിട്ടേന്ന്? പിന്നെ നിന്റെ അച്ഛൻ കൊണ്ട് കൊടുക്കും അവർക്ക് ചിലവിന്. അവരുടെ വീട്ടിൽ അടുപ്പ് പോകേണ്ടേ? അതിന് അങ്ങേര് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. അവർ കടലിൽ പോയാലേ പറ്റുള്ളൂ. അവർ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ തൊഴിൽ കടലിൽ പോയി മീൻ പിടിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു നേരം മീൻ കറിയോ മീൻ പിടിച്ചതോ ഇല്ലെങ്കിൽ ചോറങ്ങൂലല്ലോ ഈ കമൻറ്റ് ഇടുന്ന മക്കൾക്ക്. മീൻ കറിയില്ലാതെ ചോറങ്ങൂലല്ല. അവർ പോയി കടലിൽ പോയി ജീവൻ പണയം വെച്ച് വലയിട്ട് മീൻ പിടിച്ച് കൊണ്ട് വന്നുമ്പോഴാണ് ചോറിൻ്റെ അവിടെ കുഴച്ച് 3 നേരം ഉണ്ണുന്നത്. അതിനാണ് അവർ കടലിൽ പോണത്. നിനക്കൊക്കെ മീൻ കറി ഉണ്ണാനായിട്ടാണ് അവർ മീൻ പിടിക്കാൻ കടലിൽ പോണത്. ജോണേട്ടൻ രക്ഷപ്പെട്ടു, അതാണ് വീട്ടിലെ അവസ്ഥ. നീ അവരുടെ വീട്ടിൽ പോയി കിടക്കണ? നീ അവരുടെ വീട്ടിലാണ് പോയി കിടക്കുന്നത്. നിൻ്റെ തന്ത എത്തപ്പോൾ നീ എന്തൊരു പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാ? നീ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. തന്ത എത്തല്ലോ, ഇനി ഒരാൾക്കുള്ള അരി കുറച്ച് വേവിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് നീ ചിലപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. അങ്ങനത്തെ ഒരു കുണ്ടത്തിയാണ് നീ. അച്ഛൻ പോയതുപോലെയല്ല ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന പോലെയാണ് ഈ പെൺകുട്ടിയുടെ സംസാരം. ബ്രോ, ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ കടലിൽ പോയി, മത്സ്യത്തൊഴിലാളിയാണ്, മീൻ പിടിക്കാൻ പോയി, കാണാനില്ല. ഇത്രയും ദിവസമായി തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. യാതൊരുവിധ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല അവരുടെ സൈഡിൽ നിന്ന്. കാണാതായി റെസ്ക്യൂ ടീം പോയത് തന്നെ 5-6 ദിവസം കഴിഞ്ഞിട്ട് തിരയാനായിട്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് ആ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് വ്യക്തതയുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിനും ഭരണകൂടത്തിനും പറ്റുന്നില്ല. ആ പെൺകുട്ടി രാഷ്ട്രീയത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ പെൺകുട്ടി പോരാടുന്നത് രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും എതിരെയുള്ള ചോദ്യങ്ങളാണ് ആ പെൺകുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അതങ്ങനെ തോന്നൂ. ആ പെൺകുട്ടിയുടെ റൈറ്റ്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ഓരോ ചോദ്യത്തിനും വ്യക്തതയുണ്ട്. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾക്ക് ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാനില്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. കാണാതായ സ്വന്തം അച്ഛനെ കണ്ടെത്തി തരാനായിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. PSCക്ക് പോയി മണ്ണ് വാരി തിന്നൽ മാത്രമല്ല രാഷ്ട്രീയ പോരാട്ടം. ഇതും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അത് നിനക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ല? ആ പെൺകുട്ടിയുടെ ഓരോ വാക്കും രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലല്ലേ മൈര എനിക്ക്? കടൽ പോകരുത് എന്ന് പറഞ്ഞാൽ പോകാകരുത്. മലയാളം എഴുതാൻ അറിഞ്ഞൂടാ, കമൻറ്റ് തൊലിക്കണം. മലയാളം ടൈപ്പ് ചെയ്യാൻ എഴുതാൻ അറിഞ്ഞൂടാ, അവന് കമൻറ്റ് തൊലിച്ച് വെക്കോളൂ. കടലിൽ പോയി മീൻ പിടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള പണിയാണ്. എല്ലാവരും കൊണ്ടും പറ്റത്തില്ല. അത് കുഞ്ഞുനാളൊട്ടേ ശീലിച്ചൊരിക്കേ പറ്റത്തുള്ളൂ. ബുള്ളറ്റിൽ കയറ്റി കുണ്ടിയും വെച്ചിരുന്ന് കമൻറ്റ് ഇടാൻ എളുപ്പമാണ്. ആ പരിപാടി പറ്റൂല. പിന്നെ കടൽ പോകരുത്. കടൽ എവിടെ പോകുന്നു? കടൽ നാളെ പെട്ടി മറക്കി എടുത്തുകൊണ്ട് ദുബായിൽ കറങ്ങാൻ പോകണം. കടൽ പോകരുത് എന്ന് പറഞ്ഞാൽ പോകാകരുത്. എന്നിട്ടൊന്നും ബാക്കി എന്ത് കുത്തും കോമയും എന്തോ കാര്യമായിട്ട് പറയാൻ വന്നതാണല്ലോ. ബാക്കി ടൈപ്പ് ചെയ്തില്ലേ? അക്ഷര തെറ്റ് വരുന്നുള്ളതുകൊണ്ട് വിട്ട് കളഞ്ഞാൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കടലിൽ പോകരുത് എന്ന് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ അവർക്ക് അറിയിപ്പ് കൊടുത്തത്? അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചോട്ടെ. ഇത്രയും ഭയങ്കര കമൻറ്റ് ഇട്ടേക്കണോണ്ടാണ് ചോദിക്കുന്നത്. നാളെ 6 മണി തൊട്ട് കടലിൽ പ്രക്ഷോഭം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 6 മണിക്ക് ശേഷം, രാവിലെ 6 മണിക്ക് ശേഷം കടലിൽ പ്രക്ഷോഭം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നാളെ 6 മണിക്ക് ശേഷം ആരും കടലിൽ മീൻ പിടിക്കാൻ മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്നൊരു അറിയിപ്പ് കൊടുക്കുകയാണ്. ഈ 6 മണിക്ക് ശേഷം കടൽ പ്രക്ഷോഭം നടക്കുമെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം തന്നെ നടക്കുമെന്നാണോ? അതിന് മുമ്പ് ചിലപ്പോൾ നടക്കൂലേ? ഈ 6 മണിക്ക് ശേഷം പ്രക്ഷോഭം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം ആരും കടലിൽ പോകരുത് എന്നൊരു അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കരയിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പോകത്തില്ല. ഓൾറെഡി കടലിൽ കിടക്കുന്ന ആ സമയത്ത് കടലിൽ പെട്ടുപോയ ആൾക്കാർ എന്ത് ചെയ്യും? ഇവർ കടലിൽ നിൽക്കുന്ന സമയത്താണ് കടലിൽ പോകരുത് എന്നുള്ള അറിയിപ്പ് വന്നത് എന്ന് അവർ എന്നെ പറയുന്നുണ്ട്. അരി ഏത് പൂരി ഏതെന്ന് അറിഞ്ഞൂടെ, അത് പറയുന്നു. കമൻറ്റ് ബോക്സിൽ എഴുതി വെച്ചിട്ട് മനസ്സ് കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ, ബുള്ളറ്റിൽ കുണ്ടിയും വെച്ചിരുന്ന് കമൻറ്റ് ഇടാനൊക്കെ എളുപ്പമല്ല ആ പരിപാടി. നീ ഒന്നും സപ്പോർട്ട് ചെയ്യണ്ട. നിനക്കൊക്കെ ഇമ്മാതിരി തന്തയില്ലാത്ത കമൻറ്റ് ഇടാതിരുന്നൂടെ? കുറച്ചെങ്കിലും മനസ്സാക്ഷി കാണിച്ചൂടെ? ഈ 10 വർഷം പുളുത്തുന്ന സ്ഥിരം കമൻറ്റ് കാണുന്നുണ്ട്. 10 വർഷം പുളുത്തി, എന്തൊരു പുളുത്തി? 10 വർഷം നിങ്ങൾ പുളുത്താത്തത്? 10 വർഷം നീ ഉറക്കമായിരുന്നോ? 10 വർഷം നീ ഒലത്താത്തത്? കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് നടന്നായിരുന്നു. അർജുൻ എന്ന് പേരുള്ള ഒരു ലോറി ഡ്രൈവർ കർണാടകയിൽ വെച്ച് മണ്ണിടിച്ചിലിനകത്ത് പെട്ടുപോയി. ആ ഒരാളെ കണ്ടെത്താനായിട്ട് ആ ഗവൺമെൻറ് കാണിച്ചതും ആ ഗവൺമെൻറ് ഇടപെട്ടതും എന്തെല്ലാം പുകിലുകൾ നടന്നെന്നും കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം.
കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നെന്നും എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്നും ലൈവായിട്ട് നമ്മളെ ന്യൂസ് ചാനലുകാർ 24/7 ന്യൂസിൽ കാണിച്ചുകൊണ്ടിരുന്നു. മത്സ്യത്തൊഴിലാളികളെ കാണാനില്ല, കുറേ ദിവസമായി. ഇവർ അന്വേഷണം ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. എന്തൊരു അന്വേഷണം നടക്കുന്നു, എന്ത് അപ്ഡേഷൻ ഉണ്ടെന്ന് റെസ്ക്യൂ ടീമും ആരും ഗവൺമെൻറ്റും ഈ കാണാതെ പോയ ആൾക്കാരുടെ വീട്ടുകാരടുത്ത് പറയുന്നില്ല. നമ്മളെ ന്യൂസ് ചാനലിൽ ആൾക്കൊരു ഹെലികോപ്റ്റർ ഇല്ല ഇവർ റെസ്ക്യൂ നടത്തുന്ന സ്ഥലത്ത് പോയി ഈ സാധനം എയർ ചെയ്ത് കാണിക്കാൻ. അത്ര ദാരിദ്ര്യമാണ്. കർണാടകയിൽ പോയി മണ്ണിടിച്ചില്ലപ്പെട്ട അർജുനെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ലൈവായിട്ട് അവിടെ നിന്ന് അവർ കാണിച്ച്. ഈ റെസ്ക്യൂ ടീമിൻ്റെ എന്ത് കാണിക്കാത്ത? കടലിൽ പോയാൽ ബോഡി കിട്ടാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന്, കാണാതായെന്നുള്ള ഒരു ഇതേ ഉള്ളൂ, മരിച്ചോ ഇല്ലയെന്ന് കൺഫേം ഒന്നുമല്ല. കടലിൽ പോയാൽ ബോഡി കിട്ടാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞ ഒരു മണ്ണുണ്ണിയാണ് നമ്മുടെ മന്ത്രിസഭയിലുള്ളത്. നമ്മുടെ ഗവൺമെൻറ്റിൽ ഫിഷറീസ് വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ കമ്മ്യൂണിറ്റോമാർക്ക് വല്ലതും അറിയാമോ? മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തുകൊണ്ട് അവർക്കായിട്ടൊരു വകുപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നു? ബാക്കിയുള്ള വകുപ്പുകളെല്ലാം വിദ്യാഭ്യാസ വകുപ്പ്, റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളാണ്. റവന്യൂ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ഇങ്ങനെയൊക്കെയാണ്. ഫിഷറീസ് വകുപ്പ് എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആ ഒരു കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് വേണ്ടി കൂടെ ഉള്ള സാധനമാണ്. ഫിഷറീസ് വകുപ്പ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വെച്ചേക്കുന്ന സാധനം എന്തിനാണ്? മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവരുടെ പോരായ്മകളും കാര്യങ്ങളും അവർക്ക് പോകാനായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനാണ്. പ്രത്യേക ഒരു വകുപ്പ് തന്നെ വെച്ചേക്കുന്നത് അതിനായിട്ടാണ്. അതുപോലെ നിനക്കൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് വിവരമുള്ളവൻ്റെ അടുത്തൊക്കെ അല്ലേ പറഞ്ഞിട്ട് കാര്യങ്ങൾ, കുഴപ്പമില്ല, ന്യായീകരിച്ചു. നിനക്ക് അതിനെ കൊള്ളാവും, ന്യായീകരിച്ചു. തന്തയ്ക്ക് മുമ്പുണ്ടായ സ്വഭാവമാണ് ഈ ഒരു സാധനത്തിൻ്റെ വീഡിയോ എവിടെ കണ്ടു കഴിഞ്ഞാലും വന്ന് ഇതേപോലത്തെ കമൻറ്റ് ഇട്ട് ന്യായീകരിക്കുന്നത്. അതും ഇങ്ങനത്തെ സാധനം.